അതൃപ്തിയുടെ ഒരു തലം, തൃപ്തി വരാത്തൊരു തലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊക്കെ തൃപ്തരാണോ? നിങ്ങളൊക്കെ തൃപ്തരാണോ? മൂന്നാമത് ഒന്നോടും ചോദിച്ചാൽ പത്രോസിനോട് ഈശോ ചോദിച്ചോട്ട് ആകെ ടെൻഷനാകും. നിങ്ങളൊക്കെ തൃപ്തരാണോ? ആണല്ലേ? പക്ഷെ ഞാൻ തൃപ്തനല്ല. നിങ്ങൾ നല്ല മനുഷ്യരായതുകൊണ്ടാണ് നിങ്ങളെല്ലാം തൃപ്തരാണെന്ന് പറഞ്ഞാൽ. ഞാൻ അത്രയ്ക്കും നല്ലതല്ല, ഞാൻ തൃപ്തനല്ല. ഫാദർ ഡെർബിൻ തൃപ്തനല്ല. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഡിവൈനിൽ ഇങ്ങനെ കൺവെൻഷനാന്നൊക്കെ പറഞ്ഞതിൽ പങ്കെടുക്കാൻ വന്നതാ. അറ്റ്ലീസ്റ്റ് അവിടെ പ്രസംഗിക്കാൻ വന്ന അച്ഛന്മാരെങ്കിലും ഒരു സന്തോഷത്തിൽ, സമാധാനത്തിൽ, ആത്മീയതയിൽ ജീവിക്കണമായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാമെന്ന് കരുതി വന്നത്. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്ന ആദ്യത്തെ ക്ലാസ്സല്ലേ ഇത്. ആദ്യത്തെ ക്ലാസ്സിൽ അച്ഛൻ തന്നെ പറയും അച്ഛൻ തൃപ്തനല്ലെന്ന്. അച്ഛനായിട്ട് തൃപ്തനല്ലെന്ന്. ഇപ്പം ഞങ്ങൾ എന്നാ കേൾക്കാനിരിക്കുക അല്ലേ? തൃപ്തനല്ലാത്ത ഒരാൾ പറഞ്ഞ് എന്നാ കേൾക്കാനാ? ഞാൻ ഇടയ്ക്കിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇവിടെ പനക്കിലച്ഛനെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമ്പോ എന്നാ വലിയ ധ്യാനഗുരു ഇത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ കോതമംഗലത്ത് ഒരു കൺവെൻഷൻ നടക്കാൻ വന്നപ്പോൾ നിറയെ ആളുകളാ, ഗ്രൗണ്ട് നിറയെ ആളുകളാ. അപ്പോൾ എനിക്കൊന്നും ആ ഗ്രൗണ്ടിലേക്ക് പോലും കയറാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ ഗ്രൗണ്ടിലേക്ക്. ഇപ്പോൾ ബസ്സിന് കയറി വന്നപ്പോഴത്തേക്ക് അവിടെ കൺവെൻഷൻ തുടങ്ങി. ഗ്രൗണ്ടൊക്കെ നിറയെ തിങ്ങി നിറഞ്ഞിരിക്കുക. സ്ഥലമില്ല. എന്നിട്ട് അയലൊക്കത്തെ പറമ്പിൽ, ഗ്രൗണ്ടിൻ്റെ പുറത്ത് അയലൊക്കത്തെ റബ്ബർ തോട്ടത്തിൽ റബ്ബറിൻ്റെ വേരയിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ പോലെ ഈ CCTV അല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് TV ഉണ്ടല്ലോ, ആ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വേറെ ആകെ ഒരു റബ്ബറിൻ്റെ കമ്പയിൽ തക്കാളിപ്പെട്ടി പോലത്തെ ഒരു പെട്ടിയിൽ സ്പീക്കർ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ കേൾക്കാം. അതും ഇടയ്ക്കതിരുന്ന് കൂവും. അച്ഛൻ പറഞ്ഞേക്കാൾ കൂടുതൽ ഇടയ്ക്കിരുന്ന് അത് കൂവും. ആ കേൾക്കണതല്ലാണ്ട് ഒന്നും കാണാൻ പാടില്ല. ഇവിടെ നിന്ന് അങ്ങ് അറ്റത്ത് ഒരു വെളുത്ത പൊട്ട് പോലെ അവിടെ 2 അച്ഛന്മാർ നിൽക്കണുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടു പനക്കലച്ചനും നായ്ക്കമ്പറമ്പിലച്ഛനാന്ന്. അത്ര എനിക്ക് എൻ്റെ ഒക്കെ ആദ്യത്തെ കാഴ്ച പനക്കലച്ചനെ കുറിച്ചൊക്കെ അങ്ങനെയാണ്. പിന്നീടാണ് ഈ പനക്കലച്ചനെ കുറിച്ചൊക്കെ കേട്ടത്. ദൈവമേ, എന്തോരം മനോഹരമായിട്ടാണ് വചനമൊക്കെ പങ്കുവെക്കണത്. ഞാനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഓരോ ദിവസവും പുതിയ പുതിയ ചിന്തകൾ, എത്ര നല്ല വ്യാഖ്യാനങ്ങളാണ് തന്നുകൊണ്ടിരിക്കണേ. ഇടയ്ക്ക് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴേ, നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം. അച്ഛൻ്റെ അടുത്തൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ അച്ഛനതിന് 3-4 പരിഹാരങ്ങൾ ഒരേ സമയം പറഞ്ഞു കൊടുക്കാനുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, ദൈവമേ, ഈ പനക്കിലച്ചനെ പോലെയൊക്കെ ഒരു ധ്യാനഗുരു ആയാൽ കൊള്ളാം. ഫാദർ ഡെർബിൻ തൃപ്തനല്ല. പിന്നെ ഇടയ്ക്ക് ഞാനിത് ചിന്തിക്കും, മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ അറിയാലോ അല്ലേ? അറിയില്ലേ? എൻ്റെ അമ്മോ, എത്രയോ രാജ്യങ്ങളിലാണ് ദൈവവചനമായിട്ട് 100-200 രാജ്യങ്ങളിൽ ഒരു 10 വീട്ടുകാരെങ്കിലും ക്രിസ്ത്യാനികളിൽ ആ നാട്ടിലും അച്ഛൻ ധ്യാനം പറയാനായിട്ട്, വചനം പറയാനായിട്ട് പോയിട്ടുണ്ട്. എന്തോരം രോഗസൗഖ്യങ്ങളൊക്കെ നടക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഞാനിന്ന് ആലോചിക്കും, ഈ നായ്ക്കമ്പറമ്പിലച്ഛനെ പോലെ ഒരു ധ്യാനഗുരു ഒക്കെ ആയാൽ കൊള്ളാം. ഫാദർ ഡെർബിൻ തൃപ്തനല്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, നമ്മുടെ അട്ടപ്പാടിയിലെ സേവർക്കാൻ വട്ടായിലച്ഛൻ അറിയില്ലോ അല്ലേ? എൻ്റെ അമ്മ കയറി നിന്ന അവസാനം വരെ എത്ര മണിക്കൂറാണെങ്കിലും ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്ന് ശുശ്രൂഷ. നമുക്ക് കണ്ടാൽ ചിരി വന്നു പോകും അല്ലേ? എന്തൊരു പ്ലസൻ്റ് ആയിട്ടാ. ഞാനൊക്കെ 5 മിനിറ്റ് ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിരി തീർന്നിട്ട് പിന്നെ നമ്മൾ ചിരി ഉണ്ടാക്കണം. ഇത് ആള് കയറി നിന്ന അവസാനം വരെ എന്നാ പ്ലസൻ്റ് ആയിട്ട് എന്നാ ശുശ്രൂഷ നടത്തണേ. അതുപോലെ സേവർക്കാനച്ഛനെ പോലെ, വട്ടായലച്ഛനെ പോലെ ഒരു ധ്യാനഗുരു ആയാൽ കൊള്ളാമെന്ന് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഫാദർ ഡെർബിൻ തൃപ്തനല്ല. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, നമ്മുടെ അണക്കരയിലെ വാളമനാലച്ഛൻ, ഡൊമിനിക് വാളമനാലച്ഛൻ, എന്താ ഡെലിവറൻസ്. ദൈവം സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് വിറയ്ക്കും. അതുപോലുള്ള ശുശ്രൂഷകൾ, വിടുതലിൻ്റെ ശുശ്രൂഷകൾ. അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കും, ഈ ഡൊമിനിക് അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരു ആയാൽ കൊള്ളാമെന്ന്. ഫാദർ ഡെർബിൻ തൃപ്തനല്ല. ഇപ്പം എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ഇവിടെ ഡാനിയേൽ പൂവണ്ണത്തിലച്ഛൻ അറിയില്ലേ? എന്നാ മനോഹരമായിട്ട് ആ വചനമൊക്കെ വ്യാഖ്യാനിക്കണേ. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഡാനിയേൽ അച്ഛനെ പോലെ ഒരു അച്ഛനായാൽ കൊള്ളാമെന്നാണ്. ഫാദർ ഡെർബിൻ. ഇടയ്ക്ക് ഞാനിങ്ങനെ ചിന്തിക്കും, ഒരു മെത്രാനൊക്കെ ആയാൽ നല്ലതായിരുന്നു. നിങ്ങൾ ചിരിക്കണേ, എന്നെ ഒരു മെത്രാൻ്റെ ലുക്കൊന്നും ഇല്ലേ? ഇപ്പം മെത്രാമാക്ക് കഷ്ടപ്പാടൊക്കെ, എന്നാലും കുറച്ച് കഴിയുമ്പോൾ കഷ്ടപ്പാടൊക്കെ മാറും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് യേശു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എടാ നീ ആദ്യം ഒരു ഫാദർ ഡെർബിൻ ആക്. അപ്പം ഞാൻ ഫാദർ ഡെർബിൻ അല്ലേ?
അപ്പൊ ദൈവം പറയും, ആര് പറഞ്ഞു നീ ഫാദർ ഡെർബിനാന്ന്? ആര് പറഞ്ഞു? നിന്നെ വിളിച്ച് പൗരോഹിത്യ പട്ടം തന്നപ്പോ ഞാൻ സ്വപ്നം കണ്ടൊരു ഫാദർ ഡെർബിനുണ്ട്. ആ ഫാദർ ഡെർബിൻ നീ ഇപ്പോഴും ആയിട്ടില്ല. നിനക്ക് തോന്നിയോട്ടൊരു ഫാദർ ഡെർബിനായിട്ട് നീ അങ്ങോട്ട് ജീവിക്കുക. നിന്നെ ഞാൻ വിളിച്ചത് പനക്കലച്ചനാകാനോ നാക്യംപറമ്പിലച്ചനാകാനോ വട്ടായിലച്ചനാകാനോ വാളമനാലച്ചനാകാനോ മെത്രാനച്ചനാകാനോ അല്ല. ഞാൻ നിന്നെ വിളിച്ചതൊരു ഫാദർ ഡെർബിനാകാനാണ്. നിനക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിനക്കുള്ളതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ളതിനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അതിൻ്റെ മേലെ കൈവച്ച് നിന്നെ അനുഗ്രഹിക്കാം. നീ ഒരു ഫാദർ ഡെർബിനായി കാണിച്ചു കൊടുക്ക്. ഇതാണ് ദൈവം പറഞ്ഞത്. പക്ഷേ എനിക്ക് ആഗ്രഹം ഫാദർ ഡെർബിനാകാനല്ല, എനിക്ക് ആഗ്രഹം മറ്റ് പലരെ പോലെയും പലതും ആകാനാണ്. കേട്ടപ്പോൾ രസമൊക്കെ ഉണ്ടല്ലേ? എന്തിനാ എത്ര വളഞ്ഞ് ചുറ്റി ഞാൻ പറഞ്ഞെന്നറിയാമോ? നമ്മളൊക്കെ ചിന്തിക്കണത് ഇങ്ങനെ തന്നെയാ. നമുക്കുള്ളതിൽ നമ്മളാരും തൃപ്തരല്ല. ഉള്ളതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞതിന് പകരം ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കണവരാ. എന്ന് വച്ചാ നിർഭാഗ്യവശാൽ നമ്മുടെ ജീവിതം മുഴുവൻ സങ്കടമാണ്. ഹല്ലേലൂയ.